എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിന്റെ 64ാം ജന്മദിനം. 1956 നവംബർ 1-നാണ് കേരളം രൂപീകൃതമായത്. കേരളം ഉണ്ടായതിന്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം നമുക്കൊന്ന് കേൾക്കാം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ഈ കൊച്ചുനാടിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യ കഥയൊന്നുണ്ട്. അതിങ്ങനെയാണ്: ജമദഗ്നി മഹർഷിയുടെ പുത്രൻ രാമനായി മഹാവിഷ്ണു അവതരിച്ചു. ശിവഭക്തനും വീരശൂര പരാക്രമിയുമായ രാമൻ തന്റെ ആയുധമായ പരശുവിന്റെ പേരും ചേർത്ത് പരശുരാമൻ എന്നും വിഖ്യാതനായി. അധികാര ദുർമോഹികളും അതിലഹങ്കാരികളുമായ സ്വാർത്ഥ തൽപരരായ ക്ഷത്രിയരുമായി 21 പ്രാവശ്യം ഘോരയുദ്ധം നടത്തി അവരെ ഭരിച്ച് നാട്ടിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി. പരശുരാമൻ അതിനുശേഷം തനിക്ക് തപസ്സിരിക്കുവാനായി സ്ഥലം തേടി പശ്ചിമഘട്ടത്തിൽ കരിനീല വനപ്രദേശത്തെത്തി. അവിടെ വരുണദേവൻ പരശുരാമൻ പ്രത്യക്ഷനായി. കടലിൽ പരശു എറിഞ്ഞ് ഭൂമി എടുത്തുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അറബിക്കടലിൽ പരശുരാമൻ പരശു എറിഞ്ഞുണ്ടായതാണ് കേരളം എന്നാണ് ഐതിഹ്യം. ഭൂമിശാസ്ത്രപരമായും കേരളം ഉണ്ടായത് സമുദ്രത്തിന്റെ ഒരു ഭാഗം ഉയർന്നു വന്നിട്ടാണ് എന്നത് രസാവഹമാണ്. കേരളം എന്ന പേരിനുമുണ്ട് പല കഥകളും. കേരളം എന്നാൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന അർത്ഥം വരുന്നു എന്നും അതല്ല. ഖേരം എന്നാൽ സംസ്കൃത ഭാഷയിൽ നാളികേരം അഥവാ തേങ്ങ എന്നർത്ഥം. തെങ്ങുകളുടെ നാടായതുകൊണ്ടാണ് കേരളം എന്ന പേരും എന്നും ചേര രാജാക്കന്മാരുടെ അധീനതയിലായതുകൊണ്ട് ചേരളം എന്നത് പിന്നീട് കേരളം എന്നായതാണ് എന്നൊക്കെ കുറെ കഥകളുണ്ട്. എന്തൊക്കെയായാലും ഈ കൊച്ചു കേരളം ദക്ഷിണേന്ത്യയുടെ മറ്റു 3 സംസ്ഥാനങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലായി വേറിട്ടു നിൽക്കുന്നു എന്നത് ഒരു പരമാർത്ഥമാണ്. കേരളത്തിന്റെ ഭാഷ മലയാളം. മലയാളികൾ സംസാരിക്കുന്ന ഭാഷ മലയാളം വരെ ആളുന്നവരുടെ മൊഴിയാണിത്. ഈ കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ച്, നമ്മുടെ അമ്മയെക്കുറിച്ച് അറിയേണ്ടേ? ഇതാ കേട്ടുകൊള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ ആരാണെന്നറിയാമോ? ഞാനാണ് പരശുരാമൻ മഴുവെറിഞ്ഞ് കടൽ നീങ്ങി വന്ന നിങ്ങളുടെ അമ്മ കേരളം. എനിക്ക് മറ്റൊരു ഓമനപ്പേര് കൂടിയുണ്ട്. അതാണ് മലനാട്. പുറത്തുള്ളവർ എന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് വിളിക്കുന്നത്. ഭാരതത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ മാത്രമല്ല, നിങ്ങളും. എന്നെക്കുറിച്ചറിയാൻ ആഗ്രഹമില്ലേ? ഞാൻ പറഞ്ഞു തരാം. 1956 നവംബർ 1-നാണ് ഞാൻ ജന്മം കൊണ്ടത്. എനിക്ക് കേരളം എന്ന് പേരിട്ടത് ആരാണെന്നറിയില്ല. തീരദേശം എന്നർത്ഥം വരുന്ന അളം ചേരളമായെന്നും അത് പിന്നീട് കേരളമായെന്നും ഒരു കൂട്ടർ പറയുന്നു. മറ്റൊരു കൂട്ടർ കേരം നിറഞ്ഞ നാട് ആണ് കേരളമെന്നും പറയുന്നു. എൻ്റെ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ എന്നെ 3ആയി തരംതിരിക്കുന്നുണ്ട്. എൻ്റെ വിസ്തൃതിയിൽ 48% മലനാടും 42% ഇടനാടും ബാക്കി തീരപ്രദേശവുമാണുള്ളത്. എൻ്റെ ഔദ്യോഗിക ഭാഷ നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ലേ? അറിയാമല്ലേ? മലയാളം, നമ്മുടെ മാതൃഭാഷ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനും പെറ്റമ്മ തൻ ഭാഷ താൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ ആ വരികൾ? ഇനി ഞാൻ എൻ്റെ മക്കളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ രൂപം കൊള്ളുമ്പോൾ എനിക്ക് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് 14 മക്കളുണ്ട്. അവരെ പരിചയപ്പെടേണ്ടേ? എന്നാൽ പരിചയപ്പെട്ടോളൂ. ഞാനാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാണ്. കേരളത്തിന്റെ ഭരണശിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവും നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു.
കേരള സർവകലാശാല ആസ്ഥാനം, മൃഗശാല, ലൈബ്രറി, ശ്രീചിത്ര ആർട്ട് ഗാലറി, സുവോളജിക്കൽ ഗാർഡൻ എന്നിവ നഗരത്തിന്റെ മാറ്റുകൂട്ടുന്നു. അന്തർദേശീയ വിനോദ കേന്ദ്രങ്ങളായ കോവളം ബീച്ച്, വർക്കല ബീച്ച്, പൊന്മുടി, വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്നിവ ജില്ലയുടെ ആകർഷണങ്ങളാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും ആറ്റുകാൽ പൊങ്കാലയും ലോക പ്രശസ്തമാണ്. നന്ദി. കൂട്ടുകാരെ, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാനാണ് കൊല്ലം. കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ജില്ലയാണ് കേട്ടോ ഞാൻ. 1949 ജൂലൈ 1-നാണ് ഞാൻ രൂപം കൊണ്ടത്. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. തെൻവഞ്ചി, പന്തലായനി, ദേശിംഗനാട്, പുരക്കേനി എന്നിങ്ങനെ പല പേരിലും ഞാൻ അറിയപ്പെടുന്നുണ്ട്. എന്നെ പണി കഴിപ്പിച്ചത് സിറിയൻ സഞ്ചാരിയായ സാബിത് ബിഷോയാണ്. ഞാൻ പണ്ട് വേണാട് രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമാണ് കേട്ടോ ഞാൻ. ചീനക്കൊട്ടാരം, പെരുമുള്ളവാരം ബീച്ച്, തണ്ടശ്ശേരി ലൈറ്റ് ഹൗസ് എന്നിവ എന്റെ നാട്ടിലാണ്. ചെമ്മീൻ, എള്ള്, കശുവണ്ടി ഫാക്ടറികൾ എന്നിവ ഏറ്റവും കൂടുതൽ എന്റെ നാട്ടിലാണ്. ആര്യങ്കാവ് ചുരം എന്നെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. നീണ്ടകര പാലം, മൺട്രോ തുരത്ത്, കല്ലടയാറ്, പാലയിൽ വെള്ളച്ചാട്ടം, ചെന്തുരുളി വന്യജീവി സങ്കേതം എന്നിവയെല്ലാം എന്റെ നാട്ടിലാണ് കേട്ടോ. ഞാനാണ് പത്തനംതിട്ട. കൂട്ടുകാർക്ക് എന്നെ കുറിച്ച് അറിയണ്ടേ? തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലയാണ് ഞാൻ. 1982 നവംബർ 1-നാണ് ഞാൻ നിലവിൽ വന്നത്. കേരളത്തിലെ 13ാമത്തെ ജില്ലയും കടൽ തീരമില്ലാത്ത തെക്കേ അറ്റത്തുള്ള ജില്ലയും ഞാൻ തന്നെയാണ്. എൻ്റെ പ്രധാന അണക്കെട്ടുകളാണ് കക്കി, കക്കട്ട, മുളിയാർ, പിന്നെ കക്കാട്. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് എനിക്ക്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറച്ച് റെയിൽപാതകൾ ഉള്ളത് എനിക്കാണ്. എൻ്റെ ഏക റെയിൽവേ സ്റ്റേഷൻ ആണ് തിരുവല്ല. ജനസംഖ്യ വർധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയും ഞാൻ തന്നെയാണ്. എൻ്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഗവിയും ചെലൽക്കുന്നും. കൂട്ടുകാരെ, ഇനിയും എന്നെ കുറിച്ച് കുറെ അധികം പറയാനുണ്ട്. അടുത്ത തവണത്തെ കൂടിക്കാഴ്ചയിൽ പങ്കുവെക്കാം, അല്ലേ? സ്നേഹപൂർവ്വം നിർത്തുന്നു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി ശിവാനി. ഞാൻ ആലപ്പുഴ. കിഴക്കിന്റെ വെന്നീസ് എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. എന്റെ ആസ്ഥാനം ആലപ്പുഴ നഗരമാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് എന്റെ നാട്ടിലാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള സമരവേദിയായിരുന്ന പുന്നപ്ര വയലാർ എന്റെ നാട്ടിലാണ്. വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട എന്റെ നാട് ഹൗസ് ബോട്ടുകൾ കൊണ്ടും വള്ളംകളി കൊണ്ടും പ്രശസ്തമാണ്. വനമില്ലാത്ത ഏക ജില്ലയാണ് എന്റേത്. ചേർത്തല, ചെങ്ങന്നൂർ, കുട്ടനാട്, അമ്പലപ്പുഴ, മാവേലിക്കര, കാർത്തികപ്പള്ളി എന്നിവയാണ് എന്റെ താലൂക്കുകൾ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാർക്ക് എന്നെ കുറിച്ച് അറിയട്ടെ? ഞാനാണ് കോട്ടയം. ഞാനാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം. അക്ഷര നഗരം എന്ന് ഞാൻ അറിയപ്പെടുന്നു. മീനച്ചിലാറിന്റെ തീരത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രവും ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രവും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയുമുണ്ട് ധാരാളം വിശേഷങ്ങൾ എന്നെ കുറിച്ച് പറയാൻ. ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഞാനാണ് ഇടുക്കി. 1972 ജനുവരി 26-ലാണ് ഞാൻ ജനിച്ചത്. ഏറ്റവും കൂടുതൽ മലപ്രദേശമുള്ളതിനാലാണ് എനിക്ക് ഇടുക്കി എന്ന പേരിടാൻ കാരണം. കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറയാണ് ഇടുക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ, അത് സത്യമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറയാണ് ഞാൻ. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇവിടെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്റെ ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്നത് പൈനാവാണ്.
ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി. അതായത് ഞാൻ. സമുദ്രതീരവും റെയിൽവേയും ഇല്ലാത്ത ജില്ല. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ലയാണ്. ജനസാന്ദ്രതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല കൂടിയാണ് ഞാൻ. അപ്പൊ കൂട്ടുകാരെ, എന്റെ വിശേഷങ്ങളുടെ കുറച്ച് പ്രധാന വാക്കുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പങ്കുവച്ചത്. നിങ്ങൾക്കത് എല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. കൂട്ടുകാരെ, ഞാനാണ് എറണാകുളം. കേരളത്തിന്റെ മധ്യഭാഗത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ചീനാവകുളം എന്നാണ് ഞാൻ പണ്ട് അറിയപ്പെട്ടിരുന്നത്. 1958 ഏപ്രിൽ 1-നാണ് ഞാൻ രൂപം കൊണ്ടത്. എൻ്റെ ആസ്ഥാനം കാക്കനാടാണ്. കേരളത്തിലെ ആദ്യത്തെ കൃഷി സൗഹൃദ ജില്ല ഞാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയും ഞാനാണ്. ഉളത്തങ്കെട്ട്, ഓർഗാട്ടി പാലസ്, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവ എൻ്റെ നാട്ടിലാണ് കേട്ടാ. കൂട്ടുകാരെ, എന്നെ അറിയാമോ? ഞാനാണ് തൃശൂർ. പൂരങ്ങളുടെ നാട് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. 1949 ജൂലൈ 1-നാണ് ഞാൻ രൂപം കൊണ്ടത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ എന്നെ തൃശൂർ എന്നാണ് വിളിച്ചത്. തിരിശുവിന്റെ പേരിലുള്ള നാട് എന്ന അർത്ഥത്തിൽ തൃശിവ പേരൂർ എന്നും പിന്നീടത് ലോപിച്ച് തൃശൂർ എന്നായി മാറുകയും ചെയ്തു. ലോക പ്രശസ്തമായ തൃശൂർ പൂരം നടക്കുന്നത് എന്റെ നഗരമധ്യത്തിലുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചാണ്. കലകളുടെ കേന്ദ്രമായ കേരള കലാമണ്ഡലവും എന്റെ നാട്ടിലെ ചെറുതുരുത്തിയിലാണുള്ളത്. കൂടാതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേലനാം ജുമാ മസ്ജിദും എന്റെ നാട്ടിലെ കൊടുങ്ങല്ലൂരിലാണ്. കേരള സാഹിത്യ അക്കാദമിയും എന്റെ നാട്ടിൽ തന്നെയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് കേട്ടോ. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പാലക്കാട്. നിങ്ങൾക്ക് എന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു. കേരളത്തിന്റെ മധ്യഭാഗത്ത് കിഴക്കരികിലായി തമിഴ്നാടുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൂടിയാണ്. അതിനാൽ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ വ്യാവസായിക മേഖലയായ കഞ്ചിക്കോട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. പ്രകൃതി ഭംഗിയാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സൈലന്റ് വാലി, നെല്ലിയാമ്പതി, മലമ്പുഴ ഡാം എന്നിവ പാലക്കാടാണുള്ളത്. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ മലപ്പുറം. ഞാൻ ഇന്നിവിടെ എന്നെയൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 1969 ജൂൺ 16-ലാണ് ഞാൻ രൂപീകരിക്കപ്പെടുന്നത്. യൂറോപ്യന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും പട്ടാള ആസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ഇവിടെ. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജന്മനാടാണ് ഇവിടെ. ലോക പ്രശസ്തമായ കോട്ടയ്ക്കൽ ആയുർവേദ വൈദ്യശാലയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കോഴിക്കോട് വിമാനത്താവളവും ഇവിടെയാണുള്ളത്. ഇസ്ലാമിക പഠനത്തിന്റെയും വേദപഠനത്തിന്റെയും കേന്ദ്രമാണ് ഇവിടെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ളത് ഇവിടെയാണ്. ഇവിടെ 80% ആളുകളും ഗൾഫിനെ ആശ്രയിച്ച് കഴിയുന്നു. കാൽപന്ത് കളിക്ക് ഏറെ ആരാധകരുള്ള ഈ പ്രദേശത്ത് നിന്നും നിരവധി കളിക്കാർ ദേശീയ ടീമിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. നന്ദി, നമസ്കാരം. സന്തോഷത്തോടെ ഞാൻ. നമസ്കാരം, ഞാനാണ് കോഴിക്കോട്. കൂട്ടുകാർക്ക് എന്നെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഇതാ കേട്ടോളൂ. ഞാൻ കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയാണ്. ഇവിടെ പണ്ട് കാലത്ത് ഭരിച്ചിരുന്നത് പ്രശസ്തരായ സാമൂതിരിമാരാണ്. ഇവിടെ ആൾക്കാർ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചുമാണ് ജീവിക്കുന്നത്. ഇവിടെ 6 ലക്ഷം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. എന്നെ കണ്ടെത്തിയത് ഒരു പോർച്ചുഗൽ കപ്പിത്താൻ വാസ്കോ ഡ ഗാമയാണ്. അറബികളും തുർക്കികളും ചൈനക്കാരും ഇവിടെ വ്യാപാരം നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മിഠായി തെരുവും ഹൽവയും ലോക പ്രശസ്തമാണ്. ഞാൻ ലോകത്തിന് പല സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും സമ്മാനിച്ചിട്ടുണ്ട്. എന്നെ ഒരിക്കൽ അറിഞ്ഞവർ എന്നെയും എന്റെ സൽക്കാരത്തെയും ഒരിക്കലും മറക്കൂല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എന്റെ
നമസ്കാരം. കൂട്ടുകാർക്ക് എന്നെ കുറിച്ച് അറിയണ്ടേ? ഞാൻ പറയാം. ഞാനാണ് വയനാട്. എന്റെ പേരിന് പിന്നിൽ പല കഥകളുമുണ്ട്. വയലുകൾ നിറഞ്ഞ നാട് വയനാട് എന്നും, അതല്ല വനങ്ങൾ നിറഞ്ഞ നാട് വനനാട്, പിന്നീട് വയനാട് എന്നും അറിയപ്പെട്ടു. 1980 നവംബർ 1 കേരളത്തിന്റെ 12ാമത്തെ പൊന്നോമനയായാണ് ഞാൻ ജനിച്ചത്. മലബാർ ജില്ലയിലെ റെയിൽവേ ഇല്ലാത്ത ജില്ല എന്ന് അറിയപ്പെടുന്ന നാട് എന്റേതാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഞാൻ അത്ര മുന്നിലല്ലെങ്കിലും ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നിലല്ല. ആരെയും ആകർഷിക്കുന്ന പ്രകൃതിയുടെ ഒരു കലവറ തന്നെ, പച്ചപ്പിന്റെ ഒരു വലിയ ഭണ്ഡാരം തന്നെ എന്നിലുണ്ട്. കബനി നദി എന്നിലൂടെയാണ് ഒഴുകുന്നത്. കൂട്ടുകാർക്ക് എന്നെ ഇഷ്ടമായോ? നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാനാണ് കണ്ണൂർ. കേരളത്തിന്റെ വടക്കേ അറ്റത്തും നിന്നും രണ്ടാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ നഗരമാണ് ഇതിന്റെ ആസ്ഥാനം. വലുപ്പത്തിന്റെ കാര്യത്തിൽ 5ാം സ്ഥാനമാണ്. കേരളത്തിന്റെ 4ാം വിമാനത്താവളം കണ്ണൂർ ജില്ലയിലാണ്. തടകളുടെയും തിരകളുടെയും നാട് എന്നാണ് കണ്ണൂർ അറിയപ്പെടുന്നത്. നന്ദി. നമസ്കാരം, ഞാൻ കാസർഗോഡ്. കേരളത്തിന്റെ വടക്കടുത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ജില്ലയാണ് കാസർഗോഡ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 അത് രൂപീകൃതമായത്. കേരളത്തിൽ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. അത് കാസർഗോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരമാണ്. എൻഡോസൾഫാൻ ഉപയോഗം മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുന്ന ജില്ലയാണ് കാസർഗോഡ്. നന്ദി, നമസ്കാരം. കേരളം എന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, പുഴക നിറഞ്ഞൊരു നാടാണ്, പുഴ നിറഞ്ഞൊരു നാടാണ് എൻ്റെ കേരളം. എത്ര സുന്ദരം, ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം. പരശുരാമൻ മഴവെറിഞ്ഞു നേടിത്തന്ന കേരളം, സംസ്കാര സമ്പന്നമായൊരൻ കേരളം. എൻ്റെ കേരളം എത്ര സുന്ദരം. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ, അറബിക്കടലിനും തൻ തിരക്കൈ കൊണ്ടതിന്നതിരിട്ടു തൊക്കുവാൻ ആയതിൽ നിന്നോളവും അറിവും സംസ്കാരവും മേൽക്കുമേലൊഴുകുന്നോരുറവിൻ നിഖേതമാണി സ്ഥലം പുരാതനം. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിലുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും. ഇവിടെ കിടക്കുന്ന കാട്ടുകല്ലിലുമുണ്ട് വിവിധ സനാതന ചൈതന്യ പ്രതീകങ്ങൾ. കാലടി പ്രദേശത്തിലുണ്ടായ വേദാന്തത്തിൻ കാലടിക്കമർന്നു പോയി ഹിമവൻമുടി പോലും. കേരവും മന്ദാരവും പൂകവും പുന്നാകവും കേവലം ചുവടുത്തു നിൽക്കുമീ മലനാട്ടിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്നിതെത്രയോ
ശതാബ്ദമായി. അവർ തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവരെ പൊൻപൂക്കളായി സൗരഭം പൊഴിക്കുന്നു. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ, ഇളനാറിൽ ഇളയാടും കുളിരുലാവും നാട്. നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ. കുട്ടനാടിനീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോട് തരിയൊഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലേ മധുമണമോ. നട്ടോല പച്ചവള പൊന്നും തെളി കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ. കൊത്തികൾ പകൽ നീളേക്കിനാ കാണും, മുട്ടിടും അനുരാഗ കരൾ പോലെ. മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ. കുട്ടനാടിനീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. പൊന്നാരൻ കതിരിടും സ്വർണ്ണമണി നിറമോ, കണ്ണിനു കണിയാകും നിറ പറയോ. പെണ്ണാളു കൊയ്തു വരും കറ്റ നിറ പൊലിയാ, നെല്ലറ നിറയേണം മനസ്സു പോലെ. ഉത്സവ തൊടി താളക്കൊടിയേറ്റം, മത്സര കളിവള്ളത്തിരയോട്ടം. പെണ്ണിനു മനമാകെ തകിലാട്ടം പാടാ. കുട്ടനാടിനീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ, ഇളനാറിൽ ഇളയാടും കുളിരുലാവും നാട്. നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ. കുട്ടനാടിനീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. ഹരിത സുന്ദര കേദാരമായൊരു കൊച്ചു ഗ്രാമമാണെൻ്റെ നാട്. പൂക്കളും പുഴകളും നിറഞ്ഞു നിൽക്കുന്നൊരു സ്വപ്നസുന്ദരമാണെൻ്റെ നാട്. സ്വപ്നസുന്ദരമാണെൻ്റെ നാട്. ഹരിത സുന്ദര കേദാരമായൊരു കൊച്ചു ഗ്രാമമാണെൻ്റെ നാട്. പൂക്കളും പുഴകളും നിറഞ്ഞു നിൽക്കുന്നൊരു സ്വപ്നസുന്ദരമാണെൻ്റെ നാട്. ശ്യാമസുന്ദര കേരകിനാ
ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി മാനവർക്ക് സമത നൽകിയ മവനിതൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര കിരകിരാര ഭൂമി താളമേളവാദ്യനാദം സാഹിതിയാം മുകിലഗീതം വിവിധ ജാതി മതവംശജ സഹചരേ പോലൊന്നായി നവയുഗത്തിൻ പൊൻപതിരുകൾ വിളയിച്ചിടും ഭൂമി ശ്യാമസുന്ദര കിരകിരാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറബന താളം പരിചകളുടെ വീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുടുക്കുമൊരുക്കുമിടയിടെ പാടത്തെ പാട്ടിൽ നിന്നോർത്തെടുക്കാം ഈണങ്ങൾ മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തിറങ്ങും വർണ്ണങ്ങൾ എണ്ണിത്തീരുന്നെങ്കിൽ ചൊല്ലിത്താ കഥകൾ നിറയും പല മട്ടുക്കും പാട്ടുകൾ പാടിത്താ തേരാറ്റിൻ തീരത്തെ പമ്പയാറ്റിനോരത്തെ പൂന്തോപ്പിൽ മാങ്കാവിൽ നാളികേരത്തോട്ടത്തിൽ തത്തി തത്തി പോകും പൂങ്കാറ്റേ രുചികൾ പടരും മരുതപ്പാട്ടിൻ നീട്ടുകൾ മൂളിത്താ മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പാണ്ടൊടുക്കം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറബന താളം പരിചകളുടെ വീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുടുക്കുമൊരുക്കുമിടയിടെ
ഒന്നിച്ചു നേരിടാം എല്ലാ പ്രതിസന്ധികളെയും. നമ്മൾ ഒന്നാണ്.